കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, വേറെ ഒരുത്തൻ്റെ സഹായമില്ല. ലൈഫിൽ തിരിച്ചറിവുകളാണ് മനുഷ്യനെ ഓരോരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ മുന്നേ എനിക്കുണ്ടായ ഒരു തിരിച്ചറിവ്, അത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേ കേട്ടോ. നിങ്ങൾ മുഴുവൻ കാണണം. ഈ റൈസിൻ്റെയും ഗ്രീൻ പീസിൻ്റെയും വേവ് ഒന്നല്ല. എൻ്റെ മടി, നശിച്ച എൻ്റെ മടി കാരണം ഞാൻ എന്ത് ചെയ്തു, റൈസും ഗ്രീൻ പീസും കൂടെ ഒരുമിച്ച് കുക്കറിലിട്ടങ്ങ് വേവിച്ചു. അപ്പം ഞാൻ എന്ത് പഠിച്ചു, ഇത് രണ്ടിനും 2 വേവാണ്. 3 ദിവസം ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും ഞാൻ ഉണ്ടാക്കി നശിപ്പിച്ചത് കൊണ്ട് ഇത് തിന്ന് തീർക്കാതെ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് തല്ല എന്നാണ് അമ്മേൻ്റെ ഓർഡർ. ഞാൻ എങ്ങനെ തിന്ന് തീർക്കും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വിഷമം വന്നൊരു കാര്യം എന്താണെന്നറിയോ, പല്ലില്ലാത്ത അമ്മമ്മ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഗ്രീൻ പീസ് മാത്രം പെറുക്കി മാറ്റിയിട്ട് റൈസ് മാത്രം ഇരുന്ന് കഴിക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കേണ്ട പൂതി അങ്ങോട്ട് തന്നെ കഴിച്ച് ഞാൻ തീർക്കും. കാരണം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. യെസ്, ഭാഷയെങ്കിൽ ഭാഷ.